Hi, this is Dr. Shahbaz and welcome to another video. Fat Loss series in the 4th episode. എല്ലാവർക്കും സ്വാഗതം. ഫാറ്റ് ലോസ് സീരീസിന്റെ മറ്റ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനലിൽ കയറി നിങ്ങൾ അതും കൂടി കാണുക. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ ഈസിയായി കാലറി ഡെഫിസിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എല്ലാവരുടെയും ചോദ്യം ആൻസർ ചെയ്യാം. എന്താണ് കാലറി ഡെഫിസിറ്റ്? കാലറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാലറിനേക്കാൾ കുറച്ച് കാലറി നമ്മൾ കഴിക്കുമ്പോഴാണ് കാലറി ഡെഫിസിറ്റ് ഉണ്ടാവുന്നത്. അങ്ങനെ നിങ്ങളൊരു കാലറി ഡെഫിസിറ്റിലായിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ റിസർവ് ഫാറ്റിൽ നിന്നാണ് നിങ്ങളുടെ ശരീരം ഊർജ്ജം എടുക്കുന്നത്. അങ്ങനെ റിസർവ് ഫാറ്റിൽ നിന്ന് ഊർജ്ജം എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കൊഴുപ്പ് മാറുന്നതാണ്. സോ നിങ്ങൾക്കൊരു കാലറി ഡെഫിസിറ്റിലായിരിക്കണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ ശരീരത്തിന് ഒരു ദിവസം എത്ര കാലറി ആവശ്യമുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇതിന് ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. നിങ്ങളുടെ ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ BMR-ൻ്റെയും പിന്നെ നിങ്ങളുടെ എക്സസൈസിൻ്റെയും പിന്നെ നിങ്ങൾ ചെയ്യുന്ന മറ്റ് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ കൈ അനക്കുന്നത്, നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ചെറിയ കാലാട്ടുന്നത്, അങ്ങനത്തെ ആക്ടിവിറ്റീസ്, ഈ ആക്ടിവിറ്റീസും പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലവാക്കുന്ന നമ്മുടെ ശരീരം തന്നെ ചിലവാക്കുന്ന ഒരു ഊർജ്ജമുണ്ട്, തെർമിക് എഫക്റ്റ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെയൊക്കെ ആകത്തുകയാണ് ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സോ ഈ ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ പ്രായം, ലിംഗം, ശരീരഭാരം, നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇതൊക്കെ അനുസരിച്ചിരിക്കും. ഈ പറയുന്ന ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ നിങ്ങൾക്ക് ഫ്രീയും ഈസിയുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുക്കാം. ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ അറിയാൻ പറ്റുന്നതാണ്. സോ ഈ ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചറിനേക്കാളും കുറച്ച് കാലറി നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളൊരു കാലറി ഡെഫിസിറ്റിലായി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനായിട്ടുള്ള ഒരു ഡയറ്റ് സെറ്റ് ചെയ്യലാണ് നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ്. ഇതിനായിട്ട് നിങ്ങളൊരു കുറഞ്ഞ കാലറി ഫുഡ് സോഴ്സുകൾ തിരഞ്ഞെടുക്കുക. ഏതാണ് കുറഞ്ഞ കാലറി ഫുഡ് സോഴ്സുകൾ? ഫ്രൂട്ട്സ്, വെജീസ്, പിന്നെ ലീൻ പ്രോട്ടീൻ, അതായത് ചിക്കൻ, മീൻ, മുട്ട, നമ്മുടെ ഹോൾ ഗ്രെയിൻസ്, ഇവയൊക്കെ ആഡ് ചെയ്യുക. ഇതൊക്കെ ആഡ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ശരീരത്തിന്റെ വിശപ്പും മാറും, നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകാഹാരങ്ങളും കിട്ടും. വേറൊരു ടെക്നിക്ക് ഉണ്ട്, പോഷൻ കൺട്രോൾ. ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡുകൾ കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തടിക്കാൻ പറ്റുന്നതുമാണ്. അതായത് ഒരുപാട് ഈ സാധനം കഴിച്ചാലും നിങ്ങൾ തടിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വെയിങ് സ്കെയിൽ എടുത്തിട്ട് മെഷർ ചെയ്യുന്നതാണ് ഓരോ തവണ ഫുഡ് കഴിക്കുമ്പോഴും. പക്ഷേ ഇത് പ്രാക്ടിക്കലി എത്ര പോസിബിൾ ആണെന്നുള്ളത് ഒരു ചോദിച്ചിട്ടും തന്നെയാണ്. ഭക്ഷണം ഇങ്ങനെ മെഷർ ചെയ്ത് കഴിക്കുന്നത് വഴി നിങ്ങൾക്ക് ഓവർ ഈറ്റിംഗ് തടയാൻ സാധിക്കും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അത് എന്ത് തന്നെയായാലും അത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് കഴിക്കുക. നിങ്ങളുടെ റെക്കമെൻഡഡ് ഡെയിലി കാലറിനേക്കാൾ കൂടുതൽ ഒരിക്കലും കൺസ്യൂം ചെയ്യരുത്. ഇതിനായിട്ട് നിങ്ങൾക്ക് ഹെൽത്തിഫൈ മീ, മൈ ഫിറ്റ്നസ് പാൽ പോലുള്ള ആപ്പുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ കാലറി പക്കയായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. കാലറി ഡെഫിസിറ്റ് ഡയറ്റ് പ്ലാനിങ് എപ്പോഴും വളരെ ഹെൽത്തി ആയിരിക്കണം. ഒരിക്കലും എക്സ്ട്രീം കാലറി റെസ്ട്രിക്ഷൻസ് പോലുള്ള ഡയറ്റുകൾ ഫോളോ ചെയ്യരുത്. അത് നിങ്ങൾക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വരുത്തുകയും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാനും നിങ്ങൾക്ക് സാധ്യത. ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അത് ഫോളോ ചെയ്യുന്നതാണ്. സോ അങ്ങനെ ഒരുപാട് പേരുടെ സംശയം നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്തിട്ടുള്ളതാണ് കാലറി ഡെഫിസിറ്റ് എന്താണെന്നുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. എല്ലാ ഡൗട്ടുകളും ഞാൻ പരമാവധി ആൻസർ ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്യുക. സോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക.